കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ ഹോക്കിങ്സിലേക്ക് ഒന്നുകൂടെ തിരിച്ചു പോയാലോ? സീരീസിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഹോക്കിങ്സിലെ കാടാണ് കാണുന്നത്. അവിടെ ഒരു സയന്റിസ്റ്റ് എന്തോ ഒന്നിനെ കണ്ട് പേടിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ജീവിയായിരുന്നു. അത് ഇയാളുടെ അടുത്ത് വന്നു. ഇയാൾ ആകെ പേടിച്ചു പോകുന്നുണ്ട്. അതിനെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഡെമോഗോർഗന്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇയാൾ അതിനെ ഫയർ ചെയ്ത് നശിപ്പിക്കും. പക്ഷെ അതിന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഗ്രീൻ കളർ സ്മോക്ക് പുറത്തോട്ട് വരും. അതിലെന്തൊക്കെയോ പാർട്ടിക്കിൾസ് ഉണ്ട്. അത് ആ കാട്ടിൽ തന്നെ വീണ് എന്തോ ചെടി പോലെ പുറത്തോട്ട് വരും. സോ ഹിയർ വി ഗോ ടു ദ സീരീസ് സ്ട്രേഞ്ചർ തിങ്സ് Tales from 85. Let's start. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 1 ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. മൈക്കിന്റെ വീട്. അവൻ ധൃതി പിടിച്ച് എന്തൊക്കെയോ സാധനങ്ങൾ, ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ബാഗിൽ വെച്ച് പുറത്തു പോന്നു. അവന് ലെവനെ പറ്റി ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ ആയിട്ട് പോവാണ്. ആള് സ്കൂളിലാട്ടാ പോകുന്നത്. അവനെ വെയിറ്റ് ചെയ്ത് ലൂക്കാസും മാക്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവര് ജോയിൻ ആയി. ഇതേ സമയത്ത് ഇവിടെ നമ്മുടെ ഡസ്റ്റിൻ ആവട്ടെ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവരിങ്ങനെ വിളിച്ചു പറയുന്നത്, നീ പെട്ടെന്ന് വാ, ലേറ്റ് ആവുന്നെന്ന്. അങ്ങനെ വീഡിയോ ഗെയിമിൽ തോറ്റു തുന്നം പാടി നമ്മുടെ ഡസ്റ്റിനും ഇവരുടെ കൂടെ ജോയിൻ ആവാൻ വേണ്ടി പുറത്തോട്ട് പോകുന്നുണ്ട്. പിന്നെയുള്ളതാരാ? നമ്മുടെ വില്ല്. അവനും ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഈ പിള്ളേർ എന്തിനാ ടോർച്ച് എടുക്കുന്നതെന്നല്ലേ? അതൊക്കെ കാര്യമുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് ജോനാഥൻ ഒരു ടേപ്പ് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ഹോപ്പറിനോട് അടികൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലെവൻ. ഇപ്പൊ ഹോപ്പർ ഇവിടെ പുറത്ത് വിടാൻ വേണ്ടി സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ഇവളുടെ പവേഴ്സ് പുറത്ത് കാണുമോ എന്നുള്ളൊരു പേടി പുള്ളിക്കുണ്ട്. അപ്പൊ ഇവളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹോപ്പർ. ഇവളെവിടെയാ പോകുന്നതെന്നല്ലേ? മറ്റാരുടെയും കൂടെയല്ല, നമ്മുടെ മൈക്കിന്റെയും കൂട്ടുകാരുടെയും കൂടെയാണ്. ഹോപ്പർ മൈക്കിനെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ അതെല്ലാം സമ്മതിച്ച ഇവരെല്ലാവരും കൂടെ അങ്ങനെ സ്കൂളിലേക്ക് തിരിക്കുകയാണ്. ഇതേ സമയം ഡസ്റ്റിൻ വരുന്ന വഴിക്ക് രണ്ട് തെമ്മാടികള്, അവന്മാരുടെ പേര് ചാർലി, ജെഫ്. അവന്മാരാണെങ്കിൽ നീ വലിയ നേർഡാണ് എന്നെല്ലാം പറഞ്ഞ് ഇവന് ചുമ്മാ ഉപദ്രവിക്കാൻ വരും. ഇവര് ഓടിക്കേറുന്നത് ആ കാട്ടിലേക്ക്. ഡസ്റ്റിന്റെ പിറകെ ഓടുന്നതിന്റെ ഇടയ്ക്ക് ചാർലിയെ എന്തോ ഒരു സാധനം പിടിക്കും. അതാ മറ്റേ ചെടിയാണ് കേട്ടോ, ആ ഡെമോഗോർഗനെ പോലെയുള്ളത്. അങ്ങനെ അവൻ അത് കൊണ്ടുപോകും. ഇന്നേരം ജെഫ് ആണെങ്കിൽ ഓടി ഓടി പുറത്ത് വേറെ സ്ഥലത്തെത്തുന്നുണ്ട്. ഡസ്റ്റിൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാണ്. ഈ ജെഫ് കുറെ നേരം ചാർലി നീ എവിടാന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ആ മഞ്ഞ് ഇങ്ങനെ പൊന്തി എന്തോ ഒരു സാധനം ഇവനെ പിടിക്കാൻ വരുന്നത് പോലെ തോന്നും. അവൻ ഓടിയെങ്കിലും ആ ജീവി അവനെ പിടിക്കുകയും ചെയ്യും. ഇതൊന്നും നമ്മുടെ ഡസ്റ്റിനൊട്ട് അറിഞ്ഞതുമില്ല. അപ്പൊ ആ കാട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഇവർ പോകുന്ന വഴിക്ക് ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. ഇനി വിന്റർ വെക്കേഷൻ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് മാളിലൊക്കെ പോകണം, അവിടെ പോയി പലതും ചെയ്യണം. ലെവനെ ഇപ്പോഴാണെന്ന് പുറത്ത് കിട്ടിയത്. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മൈക്കിന്റെ കാര്യം ഓർത്ത് ലൂക്കാസിനെ ഇവൻ എന്തിങ്ങനെ പഞ്ചാരയടിയായ എന്നെല്ലാം പറഞ്ഞ് അവൻ ചുമ്മാ ഇങ്ങനെ അസൂയപ്പെടുന്നൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ഡസ്റ്റിനും ഇവരുടെ കൂടെ ജോയിൻ ആവാണ്. അവനെ ഇവർ കാത്തു നിന്നില്ല. അതിന്റെ പരാതിയാണ് ഡസ്റ്റിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അധികം വൈകാതെ അവർ സ്കൂളിലെത്തും. സ്കൂൾ വരെ മാത്രമേ നമ്മുടെ എല്ല് വരുള്ളൂ. അങ്ങനെ എല്ല് അവരവിടെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു പോകും, വൈകുന്നേരം വരാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇവര് നേരെ ക്ലാസ്സിൽ പോകും. ആ സമയത്ത് ഈ വെക്കേഷന്റെ സമയത്ത് D&D കളിക്കുന്ന കാര്യമൊക്കെ പറയാണ് ഇവര്. അതിന്റെ ഇടയ്ക്ക് സ്റ്റീവിന്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് ഇവരൊന്ന് ചെറുതായിട്ട് കോർക്കും. അന്നേരം സ്റ്റീവ് ഇവരെ ഉപദ്രവിക്കാൻ വരുമ്പോൾ ഒരു പുതിയ പെങ്കൊച്ച് അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും, നിക്കി എന്നവളുടെ പേര്. നിനക്ക് ഇത്തിരി ഇല്ലാത്ത പിള്ളേരുടെ അടികൂടാൻ നാണം ഇല്ലെന്നും പറഞ്ഞ് അവൾ ആ സ്റ്റീവിനെ നാണം കെടുത്തി വിടും. അങ്ങനെ ആ കൊച്ചുമായിട്ട് ഇവര് കറക്റ്റ് ഒരു ബോണ്ടിലൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇവന്റെ പേര് സോംബി ബോയ് ആണെന്ന് കേൾക്കുമ്പോൾ അത് കൂൾ നെയിം ആണെന്നൊക്കെ പറഞ്ഞ് നിക്ക് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്ലാസ് ടൈമില് നമ്മുടെ മിസ്റ്റർ ക്ലർക്ക് അവിടെ വരികയാണ്. എനിക്ക് പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായി ഞാനൊരു വെക്കേഷന് പോവാണ്. ഞാൻ പോകുന്ന സമയത്ത് നിങ്ങളെ നോക്കാൻ വേണ്ടി അന്ന എന്ന് പറയുന്ന ടീച്ചറെയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു നമ്മുടെ ക്ലർക്ക് അവിടെ നിന്ന് പോകും. അപ്പൊ ഇവരുടെ ക്ലബിന്റെ കാര്യമൊക്കെ ആലോചിച്ച് ഇവർക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. പുള്ളിക്കാരി കുറച്ചു നേരം എവല്യൂഷനെ പറ്റി ക്ലാസ് ഒക്കെ എടുക്കും. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ എന്നാലേ ബ്രേക്ക് എടുത്തോ എന്ന് പറയും. അങ്ങനെ ബ്രേക്കിന്റെ സമയത്ത് നമ്മുടെ പിള്ളേരെല്ലാരും കൂടി അപ്പൊ നമുക്ക് D&D കളിക്കണം. പക്ഷെ എല്ലിനെയും മാക്സിനെയും ചേർക്കാൻ കുറച്ച് കാർഡ്സും അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അതിന് പൈസ വേണമല്ലോ. പൈസക്ക് എന്ത് ചെയ്യും? നമുക്ക് നാളെ തൊട്ട് സ്നോ വാരാൻ പോവാന്ന് ഇവരങ്ങനെ പ്ലാൻ ഇടും. ഓക്കെ, സ്നോ വാരാനാണെങ്കിൽ അങ്ങനെ, കാരണം ഇപ്പൊ നല്ലോണം സ്നോഫോൾ ഉണ്ട്. അപ്പൊ എല്ലാവരുടെ വീടിന്റെ ഫ്രണ്ടിലും സ്നോ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ പിള്ളേരെ ഒരുപാട് സ്നോ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സ്ഥലത്തോട്ട് പോകും. അവിടെ ഒരു അമ്മാമ ഉണ്ടാവും. ആ അമ്മാമയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് സാധാരണ സ്നോ വാരാൻ വരുന്നതിനേക്കാളും പൈസ കുറവായിട്ട് ഞങ്ങൾ വാരിത്തരാന്ന് പറയുമ്പോൾ അങ്ങനെ പുള്ളിക്കാരി അതിന് സമ്മതിക്കും. ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എല്ലിനെ കൊണ്ട് അവളുടെ പവർ യൂസ് ചെയ്ത് സ്നോ എല്ലാം മാറ്റിക്കണം. അങ്ങനെ ഒരു 100 വീട് പെട്ടെന്ന് കവർ ചെയ്യണം. പക്ഷെ മൈക്കിന് പേടി, ഇതെങ്ങാ ഓപ്പർ കണ്ട അതിനെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് നിന്റെ പവർ യൂസ് ചെയ്യണ്ട, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞ് വാരി എറിഞ്ഞിട്ട് പ്ലേ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് സ്നോ വാരാന്ന് പറയും. അപ്പോഴാണ് ആ മഞ്ഞിന്റെ ഇടയിലുള്ള ജീവിയുടെ ഒരു ചെറിയ ഫ്ലാഷ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ശരിക്കും സ്നോ വാരുന്നയാള് അന്നേരം അവിടെ വരും. എന്നിട്ട് പറയും, കുട്ടികളെ നിങ്ങൾ എന്റെ കഞ്ഞി പാറ്റിയിടാനാണോ? മര്യാദയ്ക്ക് അവിടെ നിന്ന് പോക്കോ, ഇതൊക്കെ ഞാൻ ചെയ്യുന്ന പണിയാന്ന് പറയും. പെട്ടെന്ന് അയാളെ ആ ജീവി പിടിച്ചോണ്ട് പോകും. അപ്പോഴാണ് ഈ പിള്ളേരത് കാണുന്നത്. അങ്ങനെ ഇതിനെ കണ്ട് ഇവരാകെ പേടിച്ച്
അവിടെ ഇവിടെയും കയറിയിരിക്കും. നമ്മുടെ എല്ല് അയാളെ രക്ഷപ്പെടുത്താൻ നോക്കുമെങ്കിലും പറ്റുന്നില്ല. എന്നാ ജീവി പോയിട്ടുണ്ടായിരുന്നില്ല. അത് ഇവര് കയറിയിരിക്കുന്ന സാധനങ്ങളുടെ മുകളിൽ വന്ന് ഇടിച്ചോണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ മാക്സും ലൂക്കാസും ഇരുന്ന വണ്ടി അത് ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ എല്ലാവരും രക്ഷപ്പെടുത്തും. അപ്പോഴേക്കും അത് ഡസ്റ്റിന്റെ അടുത്തോട്ട് വരും. ഡസ്റ്റിൻ നേരെ വീണ് അതിന്റെ പിടിയിലായി. എന്തോ ഭാഗ്യത്തിന് എല്ലിന്റെ കഴിവുകൊണ്ട് അവനും രക്ഷപ്പെടുകയാണ്. അവനാകെ പേടിച്ചു പോകുന്നുണ്ട്. ഇവരാണെങ്കിൽ ഇതെന്താ ഷാർക്ക് പോലെ എന്തോ ഒരു സാധനമാണല്ലോ, നമുക്ക് ഇതിനെ സ്നോ ഷാർക്ക് എന്ന് വിളിക്കാം എന്നെല്ലാം പറയാണ്. എന്തായാലും ആ ജീവിയെ കണ്ടുപിടിക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളായിട്ട് ഇത് പുറത്തൊന്നും പറയാൻ പാടില്ല, നമ്മൾ മാത്രം ഇതെല്ലാം നോക്കി സെറ്റ് ആക്കണമെന്ന് എല്ലാവരുടെ അടുത്ത് പറയും. അതിനുവേണ്ടി ഇവരൊരു പ്ലാനും തയ്യാറാക്കും. അങ്ങനെ ഇവർ നേരെ ആർക്കേഡിന്റെ അവിടേക്കാണ് പോകുന്നത്. 4 ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. നമ്മുടെ എല്ലും മൈക്കും ആ ജീവി എവിടെന്നെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിരിക്കും. ഇതേസമയം മാക്സും ലൂക്കാസും ആണെങ്കിൽ അത് വന്ന ക്യാപ്ചർ ചെയ്യാനിരിക്കും. വില്ലാണെങ്കിൽ അറ്റാക്ക് ചെയ്യായിരിക്കും. ബെയിറ്റ് ആയിട്ട് നമ്മുടെ ഡെസ്റ്റിനെ നിർത്തും. ഡെസ്റ്റിന് അതിനൊട്ടും താല്പര്യമില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു മീറ്റ് ബോൾ പോലെ ഇരിക്കുന്നുണ്ടോ എന്നല്ല അവൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാം കറക്റ്റ് പൊസിഷനിലിരുന്ന് നമ്മുടെ എല്ലും മൈക്കും ഇങ്ങനെ കറക്റ്റ് എവിടെയാണെന്ന് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരിടയ്ക്ക് വെച്ച് നിക്കിനെ കാണും. നോക്കുമ്പോൾ നിക്ക് പോകുന്ന ആ വഴിയിൽ സ്നോക്ക് ഒരു ഇളക്കം. ആ ജീവി അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, അത് നമ്മുടെ അടുത്തോട്ടല്ല, നിക്കിന്റെ അടുത്തോട്ടാ വരുന്നതെന്ന് പറഞ്ഞ് പിള്ളേർ നേരെ അവിടെ ഓടിപ്പോവും. നിക്ക് പാട്ട് വെച്ച് പോകുന്നതുകൊണ്ട് ഇവർ പിറകേന്ന് വിളിക്കുന്നൊന്നും കേൾക്കില്ല. അങ്ങനെ നമ്മുടെ ലൂക്കാസ് ഒരു അമ്പയും. അങ്ങനെ നീ ആ മഞ്ഞിന്ന് മാറി ഒരു ജീവി വരുന്നെന്ന് പറയുമ്പോൾ നിക്ക് അവിടുന്ന് ഓടും. നിക്ക് അങ്ങനെ ഓടി റോട്ടിലേക്ക് ചാടും. ഹൗസ് നോയിന്ന് പോന്നല്ലോ എന്ന് പറഞ്ഞിരിക്കും. പെട്ടെന്ന് ആ ജീവി അങ്ങോട്ട് ചാടി വരും. അപ്പോഴാ ഇതിന്റെ ഒറിജിനൽ രൂപം നമ്മൾ കാണുന്നത്. നിക്കിയാണെ തന്റെ കൺമുന്നിൽ കണ്ട ആ ജീവിയെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ പിള്ളേർ അവിടെ എത്തും. അതിനെ വലയിട്ട് പിടിക്കും. പലയിടത്തു നിന്നായി അതിനെ ആക്രമിക്കാനായി തുടങ്ങും. നിക്കിയും ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഈ ജീവി വല പൊട്ടിച്ച് മൈക്കിന്റെ പിറകെ ഓടുവാണ്. അപ്പോഴാണ് മൈക്ക് അതിന്റെ ഉള്ളിലായിട്ട് ആരോ ഒരാളുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അന്നേരം അവിടെ എല്ലാം എത്തിയിട്ട് അവളുടെ പവർ യൂസ് ചെയ്ത് ഇതിനെ ട്രാപ്പ് ചെയ്യും. അതിനകത്ത് ആരോ ഉണ്ടെന്ന് നമ്മുടെ മൈക്ക് പറയുമ്പോൾ അവൾ അതിനെ വലിച്ചു കീറും. പുറത്തെടുത്ത് നോക്കുമ്പോഴാണ് അത് ചാർലി ആണെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. പെട്ടെന്ന് ആ ജീവി ആവട്ടെ പൊടിപൊടിയായിട്ട് പോവാണ്. ആ ഗ്രീൻ സ്മോക്കായിട്ടത് പറന്നു പോകുന്നുണ്ട്. ഈ ചാർലി ബോധം വന്ന് അയ്യോ നിങ്ങൾ എന്നെ എന്താ ചെയ്തതെന്ന് പറഞ്ഞ് പേടിച്ചോടുന്നു. അവൻ എന്തോ ഒരു തകരാറുണ്ട്. അന്നേരം നിക്കി ഇവിടെ പേടിച്ചിരിക്കുകയാണ്. ഞാൻ കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള പോലത്തെ ഒരു ജീവി എന്നെ വന്ന് ആക്രമിക്കുന്നു, മന്ത്രവാദിനി പോലെ ഒരു പെണ്ണ് വന്നതിനെ തോൽപ്പിക്കുന്നു, നിങ്ങൾ എങ്ങനെ ഇതെല്ലാം കണ്ട് കൂളായിട്ട് നിൽക്കുന്നേ? അത് നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി അറിയാത്തതുകൊണ്ടായിരുന്നു വില്ലു പറയും. എനിക്ക് നിങ്ങളെ പറ്റി അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും ഞാൻ രാവിലെ വരാം. ഞാൻ നിങ്ങളുടെ കഥ ആരുടെ അടുത്തും പറയില്ല, രാവിലെ കാണാമെന്ന് പറഞ്ഞ് അവള് പോകും. ഓക്കെ, കഥയെല്ലാം പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇവരും സമ്മതിക്കും. ഈ ഗ്രീൻ സ്മോക്ക് നേരെ കാട്ടിൽ പോയി വീഴുന്നുണ്ട്. ഇത്തവണ ആ വള്ളിച്ചെടി അവിടെയുള്ള ഒരു പംകിൻ ഫാമിലേക്ക് നീളുന്നതായിട്ട് കാണാം. സോ സ്ട്രേഞ്ചർ തിങ്സിന്റെ ഈ ടെയിൽസ് ഫ്രം 85 എന്ന സീരീസിന്റെ 2nd എപ്പിസോഡ് ബാഡ് ഹാർവെസ്റ്റ് കാണാം. സോ അടുത്തതായിട്ട് നമ്മുടെ കുട്ടികള് ഇപ്പോൾ ഉണ്ടായത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ലീഡ് കിട്ടാൻ വേണ്ടിയിട്ട് നേരെ പോകുന്നത് ആ ലാബിലേക്കാണ്. കാരണം ഇവിടെയാണല്ലോ അന്ന് നമ്മുടെ എല്ല് ആ ഒരു അപ്സൈഡ് ഡൗണിലേക്കുള്ള ഡോറ് ക്ലോസ് ചെയ്തത്. സോ ആ ഒരു ഡോർ ഓപ്പൺ ആയതാണോ ഇതിനെല്ലാം പ്രശ്നമായതെന്ന് അറിയാൻ വേണ്ടിയാണ് അവരവിടെ പോകുന്നത്. അങ്ങനെ നമ്മുടെ എല്ലും മൈക്കും കൂടി നേരെ താഴെ പോയി ആ ഡോറിന്റെ അടുത്തോട്ട് എത്തി നിൽക്കുകയാണ്. അവൾക്ക് തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റുന്ന ആ ഒരു പവർ ഉണ്ടല്ലോ. അവൾ അങ്ങനെ തൊട്ടു നോക്കും. അന്നേരം അവളുടെ മനസ്സിലേക്ക് വരുന്നത് അന്ന് അവൾ ആ ഡോർ ക്ലോസ് ചെയ്യുന്ന കുറെ വിഷ്വൽസ് ആണ്. അതായത് ആ ഡോർ പിന്നീട് ആരും ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ അല്ല, ഇതൊന്നും അല്ല കാര്യമെന്ന് ഇവർ തീരുമാനിക്കുകയാണ്. ഇതിനൊരു ഐഡിയ ഞാൻ നാളെ കൊണ്ടുവരാമെന്നും പറഞ്ഞ് ഡസ്റ്റിൻ ഇവർക്ക് ആശ കൊടുത്തു പോകും. പിറ്റേ ദിവസം അവൻ HIC എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആയിട്ടാണ് വരുന്നത്. അതായത് ഹോക്കിങ്സ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ക്ലബ്ബ്. അത് ഇവരാണ്. ഇവരുടെ ഈ പോസ്റ്റർ അവരെല്ലായിടത്തും കൊണ്ടിടും. അതുപോലെ കുറച്ച് പെട്ടികളും വെക്കും. അപ്പോൾ നമ്മുടെ അടുത്തുള്ള പരാതികൾ ആൾക്കാർ ഇതിനകത്ത് നിക്ഷേപിക്കുമല്ലോ. എല്ലാവരും അത് ബാഡാന്ന് പറയുമ്പോൾ എല്ലാം പറയും ഓക്കെ നമുക്ക് ഈ പ്ലാനിൽ മുന്നോട്ട് പോവാന്ന്. അങ്ങനെ ആ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി ഇവര് തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി ആദ്യം ഇവർ നിക്കിയെ പോയാണ് കാണുന്നത്. അപ്പോഴാണ് ഇവരുടെ പുതിയ ടീച്ചറായ അന്നയാണ് നിക്കിയുടെ അമ്മ എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ നിക്കി ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവരുടെ ഈ ഒരു സ്റ്റോറി കേൾക്കാനായിട്ട്. ഞങ്ങൾ നിന്റെ അടുത്ത് കഥ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമിൽ നിന്നെ എടുത്തു എന്നല്ല അർത്ഥം. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നീ ആരെടുത്തും പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ ഒരു സ്വഭാവക്കാരിയല്ല എന്ന് അവളും പറയും. അങ്ങനെ പിള്ളേരെല്ലാവരും കൂടി നമ്മുടെ ഫസ്റ്റ് തൊട്ടുള്ള ആ സ്റ്റോറി ഇവളുടെ അടുത്ത് പറയാനായി സ്റ്റാർട്ട് ചെയ്യാണ്. വില്ലിനെ കാണാതായത്, ഇവരുടെ ഗ്യാങ്ങിലേക്ക് വന്നത്, അപ്സൈഡ് ഡൗൺ, ഡെമോഗോർഗൺ, മൈൻഡ് ഫ്ലയർ, എല്ലാ കാര്യങ്ങളും ഇവളാകെ മൊത്തം ഹംബോ എന്ന അവസ്ഥയായി. അപ്പോഴാണ് റൊസാരിയോ എന്ന പെണ്ണിന്റെ വരവ്. അവൾക്കാണെങ്കിൽ നമ്മുടെ ഡസ്റ്റിനെ ഒട്ടും ഇഷ്ടമല്ല. അവള് ചുമ്മാ അവനെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നിക്കി അത് കോട്ടെ എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം യൂജീൻ ആണ് നേരത്തെ കണ്ട ആ ഒരു പംകിൻ ഫാമിന്റെ ഉടമ. പുള്ളി ഇപ്പോൾ അവിടെ നടക്കുന്ന ഒരു ഫെസ്റ്റിവലിന് പോകുമ്പോൾ കൊച്ചുമക്കളിൽ ഒരാളെ ഈ ഒരു വള്ളി വന്ന് പിടിക്കുകയാണ്.
അപ്പൊ മറ്റേ ആള് അയാളെ രക്ഷിക്കുന്നുണ്ട്. വൈകുന്നേരം ആ പെട്ടി ഇവർ തിരിച്ചെടുത്തു. ഇതിനകത്ത് ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും നടന്നു എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടോ എന്ന്. കാടിനടുത്തൊരു മോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് കണ്ടു. പിന്നെ പംകിൻ ഫാമിൽ ഒരു മോൺസ്റ്ററിനെ കണ്ടു എന്ന് പറഞ്ഞ് രണ്ടാമത്തെ നോട്ടും കണ്ടു. ഇത് വലുതായിട്ട് ഫലവത്തായില്ല. നമ്മുടെ എല്ലിനാകെ വിഷമായി. മാക്സിന് അത് മനസ്സിലായി. മാക്സ് അന്നേരം മൈക്കിന്റെ അടുത്ത് പറയും, ഇന്ന് വൈകിട്ട് നീയും അവളും നിക്കിയും കൂടെ വിന്റർ ഫെസ്റ്റിവലിൽ പോ. ഇന്ന് കണ്ട ആ 2 ലീഡ് ഉണ്ടല്ലോ അത് അന്വേഷിക്കാൻ ഞങ്ങൾ പൊക്കോളാം എന്ന്. നമ്മുടെ ഡസ്റ്റിനാണ് കാടിനടുത്തുള്ള മോൺസ്റ്ററിന്റെ കാര്യം അന്വേഷിക്കാനായിട്ട് പോകുന്നത്. അവിടെ പോയപ്പോഴാണ് അവൻ അക്കിടി പറ്റിയെന്ന് മനസ്സിലായത്. അതൊരു ഫേക്ക് നോട്ട് ആയിരുന്നു ചാർലി വെച്ചിട്ടുണ്ടായിരുന്നത്. ചാർലി ജെഫിനെ കാണുന്നില്ല, അത് ഇവൻ കാരണമാണെന്ന് പറഞ്ഞിട്ടാണ് ഇവനെ വിളിച്ചു വരുത്തിയത്. അന്നേരം നമ്മുടെ ഡസ്റ്റിൻ പറയും, അങ്ങനൊന്നുമല്ല, നീ ശരിക്കും അന്ന് എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ അവൻ അതിനകത്ത് കണ്ട കാര്യങ്ങൾ പറയും. ആകെ ഫുള്ള് ബ്ലാക്ക് ആയിരുന്നു, പിന്നെ ഒരു റെഡ് ലൈറ്റ് മാത്രം ഞാൻ കണ്ടു, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന്. ഇവിടെ കുറച്ച് കെമിക്കൽ എനർജി പോയതിന്റെ പ്രശ്നമാണ് ഇതെല്ലാം, പിന്നീട് ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ നീ എന്നെ വിട് എന്ന് പറഞ്ഞിട്ട് ഡസ്റ്റിൻ അവിടെ നിന്ന് തടിതപ്പാണ്. ഇതേ സമയം നമ്മുടെ വില്ലും മൈക്കും എല്ലും നിക്കിയും കൂടെ വിന്റർ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. എൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം അവൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്, അതിന്റെ എക്സൈറ്റ്മെന്റ്. ഇതേ സമയത്ത് വില്ലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാവരും അവനെ സോംബി ബോയ് എന്ന് വിളിക്കുമ്പോൾ ആകെ മൊത്തം വിഷമിക്കുന്നത് കാണും. അന്നേരം നിക്കി പറയും, നിന്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ, നീ ഒരു സൂപ്പർ ഹീറോയാണ്, ഇതൊക്കെ അതിജീവിച്ച് നീ ഇവിടെ എത്തിയില്ലേ, അപ്പൊ അവരങ്ങനെ വിളിക്കുന്നത് നിനക്കൊരു അംഗീകാര, പിന്നെ നമുക്ക് ആ റൈഡ് കളിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ആ ഹാമർ വെച്ച് അടിക്കുന്ന ആ ഒരു ഗെയിമിന്റെ അടുത്തേക്ക് നിക്കി ഇവനെ കൊണ്ടുപോകുന്നുണ്ട്. അവൾക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഗെയിം, അതുകൊണ്ട് അവൾ അതിൽ സൂപ്പറായിട്ട് കളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ മാക്സും ലൂക്കാസും കൂടി ആ പംകിൻ ഫാം നടക്കുന്ന ആ സ്ഥലത്തേക്കാണ് എത്തിയത്. ആ പിള്ളേര് പറയും അവിടെയുള്ള ഒരു വള്ളിച്ചെടിയാണ് മോൺസ്റ്റർ എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആ വള്ളിച്ചെടി ഉള്ള സ്ഥലത്തേക്ക്, അതായത് ആ പംകിൻ ഫാമിലേക്ക് പോവാണ്. അവിടെ എത്തുമ്പോൾ മാക്സ് ആദ്യം നമ്മുടെ ലൂക്കാസിനെ ചുമ്മാ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ഇവളുടെ കയ്യിലിരുന്ന ആ മത്തങ്ങയ്ക്ക് വായും മൂക്കും വരുന്നു. അവളാകെ പേടിച്ചുപോയി. അതായത് ശരിക്കും ആ മത്തങ്ങ എഴുന്നേറ്റ് നിൽക്കാണ്, ഒരു മോൺസ്റ്റർ പോലെ. അവിടെയുള്ള മത്തങ്ങയ്ക്കൊക്കെ ജീവൻ വെക്കുന്നത് പോലെ. ഇവർ ഓടി അവിടെയുള്ള ഒരു ബാൺ, അതായത് അവിടെയുള്ള ഒരു തൊഴുത്ത് പോലത്തെ സ്ഥലത്തേക്ക് കയറും. എന്നിട്ട് രക്ഷപ്പെടില്ല. അന്നേരം ആ തൊഴുത്തിനകത്ത് ഒരു വണ്ടി ഉണ്ടായിരിക്കും. ആ വണ്ടി യൂസ് ചെയ്ത് ഇവർ പുറത്തിറങ്ങി അതിനെ ചളുക്കോ പുളുക്കോ ഫുള്ള് നശിപ്പിച്ച് കളയും. അങ്ങനെ ആ പിള്ളേരെടുത്ത് വന്നിട്ട് പറയും, ഇല്ല നിങ്ങൾ ഇനി പേടിക്കണ്ടായിരുന്നു. അപ്പോഴാണ് അതൊക്കെ ബാക്കി വന്നതായിരുന്നു, മുത്തച്ഛൻ ഇവിടെയുള്ള മത്തങ്ങയും കൊണ്ട് ഫെസ്റ്റിവലിന് പോയല്ലോ എന്ന്. പണിയാകെ പാടിയല്ലോ. ഇവര് പെട്ടെന്ന് ഡസ്റ്റിനെ വിളിച്ചു പറയും. ഡസ്റ്റിൻ പറയും, ഒരു വള്ളിച്ചെടിയാണ് ആക്രമിച്ചതെന്ന് ഇവിടെ ചാർലിയും പറഞ്ഞെന്ന്. ഇക്കാര്യം ഒരു വില്ലിനെയും അതുപോലെ നമ്മുടെ നിക്കിയെ വിളിച്ചു പറയും. അപ്പോഴേക്ക് പൈ ഈറ്റിംഗ് കോമ്പറ്റീഷൻ, അതായത് ആ പംകിൻ യൂസ് ചെയ്ത് പൈ ഉണ്ടാക്കി അതിന്റെ കോമ്പറ്റീഷൻ, അത് കഴിക്കുന്ന കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സന്ദർഭം എത്തി. അവിടെ നമ്മുടെ എല്ലും മൈക്കും വരെ ഈ കോമ്പറ്റീഷന് റെഡി ആയിട്ട് ഇരിക്കുമ്പോഴേക്ക് ഡസ്റ്റിൻ അതെല്ലാം വലിച്ച് തട്ടിയിടും. പക്ഷെ റൊസാരിയോ അത് കൊടുക്കത്തില്ല, അവൾ അത് കഴിക്കും. ഡസ്റ്റിൻ അന്നേരം, എടി ഞാൻ നിന്നെ രക്ഷപ്പെടുത്താൻ നോക്കിയതാ എന്ന് പറഞ്ഞ് അവളിൽ നിന്ന് രക്ഷപ്പെടാൻ കാട്ടിലേക്ക് ഓടിപ്പോവും. പക്ഷെ പെട്ടെന്ന് അവൾക്കൊരു കുഴച്ചിൽ പോലെ വരും. അവൾ ആകെ സോംബി പോലെ ആവും. പെട്ടെന്ന് അവന്റെ ഫ്രണ്ട്സും അവിടേക്ക് എത്തും. അന്നേരം അവിടെ ഒരു ശബ്ദം കേൾക്കും. നോക്കുമ്പോൾ ഒരു ഒക്ടോപ്പസ് പോലെ ഒരു ജീവി, അതിന്റെ നടുക്ക് റൊസാരിയോ ഇരിക്കുകയാണ്. ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയിട്ടാണ് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യുന്നത്. സ്ട്രേഞ്ചർ തിങ്സ്, ഒറിജിനൽ സ്ട്രേഞ്ചർ തിങ്സ് സീരീസിന്റെ അത്ര അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ നമ്മളത് കണ്ട് ശീലമുള്ളത് കൊണ്ട് ഇതൊരു ഫാൻസി ടൈപ്പ് പോലെ ചെറുതായിട്ട് തോന്നുന്നുണ്ട്. അതായത് നമ്മൾ അതിനകത്ത് ഭയങ്കര ഒറിജിനൽ സാധനങ്ങളെ കണ്ടിട്ട് എന്തായാലും നമുക്ക് പോകെ പോകെ ഇഷ്ടപ്പെടുമായിരിക്കും. സ്റ്റോറിയൊക്കെ അടിപൊളിയാണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. കഥയ്ക്കിടയിൽ എന്തെങ്കിലും മനസ്സിലാവാതെ പോയ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ കൂട്ടുകാർ അതും കൂടെ പറയാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ കാണാൻ ആഗ്രഹമുള്ള മൂവി, സീരീസ്, ഇതിനൊക്കെ പേര് നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം. ബൈ.